ഇന്ന് സൺഡേ ആണ്. അപ്പോൾ അത്തക്കളം ഇടാൻ വേണ്ടിയിട്ട്, പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് തറയെല്ലാം നല്ല ചാണകം കൊണ്ട് മെഴുകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 5 കളറാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു കുറച്ച് മിസ്റ്റും കാറ്റും ഉള്ളതുകൊണ്ട് ക്യാമറ കുറച്ച് ബ്ലറായിട്ടുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ ഞാൻ നിൽക്കുമ്പോഴേ ചെയ്യുന്ന കാര്യമാണ് ഈ പൂക്കളം ഇടുക എന്നുള്ളത്. ഇവിടെ പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ തമിഴ്നാട്ടിൽ വന്നതിന് ശേഷം മൊത്തം പൂക്കളം ഇടുന്നതെല്ലാം പൂക്കളം കൊണ്ട് തന്നെയാണ്. പിന്നെ 10ാമത്തെ ദിവസം കുറച്ച് പൂക്കളൊക്കെ ഒരു കളർ നല്ല ഡിഫറെൻ്റാണ്, കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൂക്കളൊക്കെ വാങ്ങാറുണ്ട്. മാക്സിമം കളക്ട് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇത്ര ലേറ്റായിട്ട് പൂക്കളം ഇടുന്നത്. ബാക്കിയുള്ള ദിവസമൊക്കെ ഇവിടെ സ്കൂള് കോളേജൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കണം, അതിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് തൂത്തൊക്കെ വാരി വെള്ളമൊക്കെ തളിച്ച്, പിന്നെ നമ്മളിവിടെ തമിഴ്നാടിൻ്റെ ഒരു ഇതുണ്ടല്ലോ കോലം ഇടുക എന്നുള്ളത്, അപ്പോൾ അതുമൊക്കെ ഇടാറുണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഒട്ടും ക്ലിയർ ഉണ്ടാവില്ല, വളരെ ലൈറ്റിങ് കുറവായിരിക്കും. ഇനി എത്രയൊക്കെ നമ്മളെടുത്താലും ആ ഒരു വീഡിയോ ഭയങ്കര ഇരുട്ടിൽ എടുക്കുന്ന പോലെയാണ്. ഓൾറെഡി ഞാൻ കോലം ഇടുന്ന ഒരു വീഡിയോ ഇട്ട സമയത്ത് ഭയങ്കര ഇരുട്ട് പോലെയാണ്. അതിന് ശേഷമാണ് രാവിലെയുള്ള വീഡിയോസൊന്നും ഞാൻ എടുക്കാത്തത്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഒത്തിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റെല്ലാം ചെയ്യുന്നത്. വീഡിയോ എടുക്കണമെന്ന് ഫസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റായിട്ട് എഴുന്നേറ്റിടുന്നത്. അപ്പോഴാണ് വീഡിയോയ്ക്ക് കുറച്ചുകൂടി കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് 5 കളറാണ്. അപ്പം 5 കളറും വെക്കുന്നുണ്ട്. എന്നെ ആരും ഇങ്ങനെ ഹെൽപ്പൊന്നും ചെയ്യാറില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഡെയിലി ഇതൊക്കെ ചെയ്യുക. പൂക്കൾ പറിക്കാൻ നേരത്ത് മാത്രം മോൻ കൂടെ വരും. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി, ചിലപ്പോൾ ഹസ്ബൻഡും ഒക്കെ വരും. ഈ ലാസ്റ്റുള്ള ഡേയിലൊക്കെ നിറയെ പൂക്കൾ കാണുമല്ലോ, അപ്പോൾ പിന്നെ പുള്ളിക്കാരനും കൂടെ വന്നിട്ടാണ് പൂക്കളൊക്കെ പറിക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാ ഓണവും ഇങ്ങനെ ആഘോഷിക്കാറുണ്ട്. ഇനി നമ്മൾ തിരുവോണത്തിന് സദ്യയും എല്ലാം ഉണ്ടാക്കാറുണ്ട്. എല്ലാ വർഷവും ബോളി പായസവും അങ്ങനെ എല്ലാം ചേർത്ത് തന്നെയാണ് സദ്യ ഉണ്ടാക്കുക. അപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും നമ്മുടേതായ ഒരു കൾച്ചർ, നമ്മൾ വിഷു, ഓണം ഇതെല്ലാം ഞാൻ സെലിബ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പൊങ്കൽ, തമിഴ്നാട്ടിൻ്റെ ഇതായാലും ദീപാവലി, പൊങ്കൽ അങ്ങനെയുള്ളതും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പൂക്കളം ഇങ്ങനെ പതിയെ ഇങ്ങനെ പുരോഗമിച്ചിട്ടിരിക്കുകയാണ്. ഭയങ്കര കൊതുകാണ് കേട്ടോ. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കൊതുകാണ്, നന്നായിട്ട് കടിക്കും. ഇപ്പോൾ ഒരു 7 മണിയായിട്ടും എന്നെ കടിക്കുന്നുണ്ട്. ഇടയിൽ കൊതുകിനെയൊക്കെ അടിച്ചടിച്ചാണ് പൂക്കളമൊക്കെ ഇടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ 7 മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കൊതുക് കുറയും. രാവിലെയൊക്കെ ഇടുവാണെങ്കിൽ ഭയങ്കര കൊതുകായിരിക്കും, നമ്മളെയും കൂടി തൂക്കിക്കൊണ്ടു പോകും. ഒരു കയ്യിലൊക്കെ ഒരു 10-20 ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അതെന്താണെന്നറിയില്ല, ഇവിടെ വെള്ളമൊന്നും കെട്ടിക്കിടക്കാറില്ല, പക്ഷേ ഭയങ്കര ചെടികളും കാടും അതൊക്കെ കൊണ്ടായിരിക്കാം ഭയങ്കര കൊതുകാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മുടെ പൂക്കളം ഓരോവിധം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേരൊക്കെ ഇങ്ങനെ വീട്ടിൽ പൂക്കളം ഇടാറുണ്ട്. ഇപ്പോൾ പൂക്കളം ഇടുക എന്ന് പറയുന്നത് എനിക്കെല്ലാം കേരളത്തിലുള്ള ആ ഒരു ഓർമ്മയും ആ ഒരു സന്തോഷമൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ഇടുന്നില്ല എന്ന് പറഞ്ഞാലും, ഇപ്പോൾ എൻ്റെ മോൻ വന്നിട്ട് ഇടണോ ഞാൻ സദ്യ ഉണ്ടാക്കണില്ല എന്ന് പറഞ്ഞാൽ അവനത് ഭയങ്കര ഇൻട്രസ്റ്റാണ്, സദ്യ കഴിക്കാനും എല്ലാത്തിനും ഒക്കെ. അപ്പോൾ ഇങ്ങനെ കുറേശ്ശേൻ്റെ പൂക്കളെല്ലാം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് 2 ചാനലുണ്ട്. ആൾക്കാരൊക്കെ കുറവാണ് കേട്ടോ, 2 ചാനലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഫസ്റ്റ് ഒരു 4 വർഷം മുന്നെയാണ് എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നത്, സാൾട്ട് മാംഗോ ട്രീ എന്നുള്ളത്. അപ്പോൾ അതിൽ കുറേ നാളുകൊണ്ട് വീഡിയോസൊന്നും ഇടാണ്ട്, പിന്നെ മോണിറ്റൈസേഷൻ ആകുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് പിന്നെ വേറൊരു ചാനലും കൂടി തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് സാൾട്ട് മാംഗോ ട്രീ, ഒന്ന് ഈസി കുക്ക്. അപ്പോൾ രണ്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തത് നമ്മൾ കോലം ഇടുക എന്നുള്ളതാണ്. ഡെയിലി കോലം ഇടാറുണ്ട്.
അപ്പോൾ പൂക്കളം ആദ്യം ഇട്ടതിന് ശേഷം ഇപ്പോൾ ഞാൻ കോലം ഇടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഡോട്ടൊക്കെ വെച്ചിട്ട് ആദ്യമൊക്കെ എനിക്ക് കോലം ഇടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. കാരണം ഇത് അരിപ്പൊടിയല്ല സത്യത്തിൽ, ഇതൊരു ടൈപ്പ് എന്താ പറയുക, ഒരു മണൽ പോലെ ഒരു ടൈപ്പാണ്. അതെന്ത് പൊടിയാണെന്ന് എനിക്കും ഇനി അറിയില്ല കേട്ടോ. ശരിക്കും ആദ്യം ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നിടത്ത് കറക്റ്റായിട്ട് ഈ ഒരു പൊടി വീഴാറില്ല. ഞാൻ ആദ്യമൊക്കെ ഇടുന്ന സമയത്ത് ലൈൻ മറിച്ചാൽ ഒരു സൈഡിൽ നല്ല ഗർഭിണി പോലെ പെരുകിയിരിക്കും, അടുത്ത സൈഡിൽ ഭയങ്കര ലീനായിട്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് ശരിക്കും പൊടി ഇങ്ങനെ വീണുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് കുറച്ചൊക്കെ ഒന്ന് റെഡി ആയത്. ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അത്രയൊന്നും പെർഫെക്റ്റ് ആകാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഡെയിലി കോലം ഇടാറുണ്ട്. എനിക്കത് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇടാൻ ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ അത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വെളിയൊക്കെ കൂട്ടി വൃത്തിയാക്കി പിന്നെ അവിടെ മൊത്തവും വെള്ളമൊക്കെ ഒഴിക്കണം. വെള്ളമൊക്കെ തളിച്ചതിന് ശേഷം ഇങ്ങനെ കോലം ഇടുക, കോലം ഇട്ടതിന് ശേഷം വിളക്ക് തേച്ച് വിളക്കൊക്കെ കത്തിക്കുക, അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ആസ്വദിച്ച് തന്നെയാണ് ചെയ്യാറ്. പിന്നെ ഒട്ടും ടൈം ഇല്ല, ചിലപ്പോഴൊക്കെ എഴുന്നേൽക്കാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ അച്ച് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ഈസിയാണ്. ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ മറ്റേ പണ്ടത്തെ അരിപ്പയില്ലേ, അരിപ്പയിലിട്ട് ഇങ്ങനെ മാവിട്ട് കൊടുക്കണ പോലെ അടിയിൽ എന്നിട്ട് ആ ഒരു ഇത് വരും. അത് ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പം ഞാനതും ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു സന്തോഷമാണ് തരുന്നത് ഈ രാവിലെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് സുപ്രഭാതമൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് പിന്നെ അടുക്കളയിൽ കയറുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അതെന്തോ മനസ്സിന് അങ്ങനെ ഒരു ഇഷ്ടമാണ്. ഡെയിലി സുപ്രഭാതം കേൾക്കാമെന്ന് പറയുന്നത് എനിക്ക് പണ്ടേ, അതായത് ഞാൻ തമിഴ്നാട്ടിൽ കല്യാണം കഴിച്ച് വരുന്നതിന് മുന്നേയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ തുളസിത്തറ എന്ന് പറയുന്നത്. നമ്മുടെ ശരിക്കും എന്താ പറയുക, കേരളത്തിലല്ലേ തുളസിത്തറ വയ്ക്കുക. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ തുളസിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ തുളസിത്തറയിലും വിളക്ക് വയ്ക്കുക, അപ്പോൾ അതിന് അവിടെയും ഒരു കോലം ഇടും. ഒത്തിരി വിശേഷ ദിവസമാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ തുളസിത്തറയുടെ 4 സൈഡിലും കോലം ഇടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഭയങ്കര ശാഠ്യം പിടിച്ച് വാങ്ങി ചോദിച്ച കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ എൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിനായിട്ട്. അപ്പോൾ നമ്മുടെ പൂക്കളവും കോലവും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.